മ്യാൻമറിലുണ്ടായ ഭൂചലനത്തിൽ നൂറുകണക്കിന് പേർ മരിച്ചിട്ടുണ്ട്. മ്യാൻമറിലും അയൽ രാജ്യമായ തായ്ലൻഡിലും നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മ്യാൻമറിൽ 100-ലധികം പേർ മരിച്ചു കഴിഞ്ഞു. രാജ്യത്ത് വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു വീണു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ബഹുനില കെട്ടിടം തകർന്നു വീണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. 2 രാജ്യങ്ങളിലും സർക്കാരുകൾ ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ഭൂചലനം അനുഭവപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്ന് മ്യാൻമറിനെ അറിയിച്ചിട്ടുണ്ട്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ശക്തമായി കുലുങ്ങുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായതോടെയാണ് യാത്രക്കാർ പരിഭ്രാന്തരായത്. സ്റ്റേഷന്റെ അടിഭാഗം ആടി ഉലഞ്ഞതോടെ യാത്രക്കാരിൽ പലരും പുറത്തേക്കോടി. മെട്രോ സ്റ്റേഷനിലെ യാത്രക്കാർ പരസ്പരം പിടിച്ചു നിന്നു. നഗരത്തിലെ ഒരു പള്ളി തകർന്നു വീണാണ് കൂടുതൽ മരണം സംഭവിച്ചത്. പ്രാർത്ഥന നടക്കുന്നതിനിടയിലാണ് പള്ളി തകർന്നു വീണത്. അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന 30 നില കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സൂചനകൾ. കെട്ടിടം തകർന്നു വീഴുന്നതിന് പിന്നാലെ കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ഒട്ടേറെ പേർ ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. തായ്ലൻഡിലും മ്യാൻമറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകാനും ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിക്കുകയും ചെയ്തു. കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോൾ അധികൃതർ ശ്രമിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം നടന്നത്. സ്വിമ്മിംഗ് പൂളുകളെല്ലാം നിറഞ്ഞ് വെള്ളം അതിശക്തമായി തന്നെ ഒഴുകുന്നതെല്ലാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. പല കെട്ടിടങ്ങളും ഇതിനോടകം തന്നെ തകർന്നു വീണു കഴിഞ്ഞു. ആശുപത്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഗുരുതരാവസ്ഥയിൽ പലരും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. തായ്ലൻഡിലാണ് ഇത്തരത്തിൽ ആദ്യം ഭൂചലനം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് തുടർച്ചയായ 2 ഭൂചലനങ്ങൾ ഉണ്ടായത്. അതേസമയം ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഭൂചലനം അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നതിൽ വലിയ ഒരു കെട്ടിടം തകർന്നു വീഴുന്നത് കാണാം. ഇതിനിടയിലാണ് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്.